നമസ്കാരം. ഭാരത് ജോഡോ ന്യായ് യാത്രയെ രാഹുൽ ഗാന്ധി ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നുവെന്നതാണ് ബി.ജെ.പിയുടെ പുതിയ ആരോപണം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒളിയമ്പിന് പിന്നിൽ ജോഡോ യാത്രയിലെ രാഹുലിന്റെ ഒരു അപരന്റെ സാന്നിധ്യമാണ്. ഗ്രൂപ്പെന്ന ആരോപണം കോൺഗ്രസ് പരിഹസിച്ചു തള്ളുമ്പോൾ ജോഡോ യാത്രയിൽ രാഹുലിന്റെ രൂപസാദൃശ്യമുള്ള രാകേഷ് എന്നയൊരാളുണ്ട്. ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ രാകേഷും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആദ്യ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ലുക്കെന്ന് രാകേഷ് പറയുന്നു. താടിയും മുടിയും നീട്ടിയ ലുക്ക് രാഹുൽ ഗാന്ധിക്ക് സമർപ്പിക്കുന്നു. വിദ്യാർത്ഥി കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണെന്നും രാകേഷ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഇന്നും രാവിലെ കണ്ടിരുന്നു. ഇത് സ്ഥിരം രൂപമാക്കാനാണ് തീരുമാനം. ഭാരത് ജോഡോ ന്യായ് യാത്ര അദ്ദേഹത്തിന് തപസ് പോലെയാണെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും രാകേഷ് പറഞ്ഞു. 66 ദിവസം നീളുന്ന യാത്ര 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യയുടെ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുക. മണിപ്പൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അതേസമയം രാഹുലിന്റെ യാത്ര ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയിൽ തർക്കം രൂക്ഷമാവുകയാണ്. നിലവിൽ നിതീഷ് കുമാർ എൻ.ഡി.എയിലേക്കെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണ് മമതയും.